നല്ല സ്വാദിൽ എളുപ്പത്തിൽ അച്ചപ്പം ഉണ്ടാക്കാം. അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി പൊടിച്ച് വറുത്തതാണിത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നാളികേരപ്പാലിന് വേണ്ടി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതിപ്പോൾ 1 നാളികേരുണ്ട്. കട്ടിപ്പാല് വേണം. ഇനി പിഴിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. മിക്സിയിലേക്ക് അരിപ്പൊടി ഇടാം. 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പഞ്ചസാര ചേർക്കാം. 5 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി പിഴിഞ്ഞെടുത്ത് വെച്ചേക്കണം നാളികേരപ്പാൽ ചേർക്കാം. 1 പാലാണ്, അത് 1 കപ്പുണ്ട്. 2 പാലും കൂടി ചേർക്കാം. 1/2 കപ്പാണിത്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 1-1.5 മിനിറ്റ് പൾസ് ചെയ്തെടുക്കാം. ബൗളിലേക്ക് മാറ്റാം. ഒരു 15 മിനിറ്റ് നേരം അടച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി എള്ള് ചേർത്തിട്ട് ഇളക്കാം. 1 ടേബിൾ സ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ രീതി അനുസരിച്ചാണ് കൺസിസ്റ്റൻസി. വല്ലാണ്ട് തിക്കാണെങ്കിൽ വെള്ളം ഇത്തിരി ചേർത്തിട്ട് ലൂസാക്കാം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ഡീപ് ഫ്രൈ ആണ്, അപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ വേണം. എണ്ണ നല്ലോണം ചൂടാവണം. ഇനി അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ച് എണ്ണയിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇനി എണ്ണയിൽ നിന്ന് എടുത്തിട്ട് അച്ച് മാവിൽ മുക്കാം. അച്ച് മുഴുവനും മുങ്ങിപ്പോവരുത്. ഇനി പതുക്കെ എണ്ണയിൽ ഡിപ്പ് ചെയ്യാം. 4-5 സെക്കൻഡ് കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ അനക്കിയാൽ അച്ചപ്പം വിട്ട് വന്നോളും. ഇനി തിരിച്ചിടാം. ഇപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും. എണ്ണയിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഇത്തിരി ചൂടാറുമ്പോൾ ക്രിസ്പി ആയിക്കോളും. വലിയ ചീനച്ചട്ടിയിലാണെങ്കിൽ ഒരേ സമയം 4-5 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അച്ചപ്പം വിട്ട് വന്നു കഴിഞ്ഞാൽ ആ അച്ച് എണ്ണയിൽ തന്നെ വെച്ച് ചൂടാക്കാനും പറ്റും. ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കാം. എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചാൽ കുറച്ച് ദിവസം കേടുവരാണ്ടിരിക്കും. ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടിരുന്നോളും. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഓടത്തി കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.